രാത്രി എത്ര നേരം വൈകിട്ട് വേണമെങ്കിലും ഞാൻ കിടന്നുറങ്ങാം കേട്ടോ. പക്ഷേ രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് കേട്ടോ. എന്നും രാവിലെ ഞാൻ എത്ര പെട്ടെന്ന് നേരം വെളുത്തോ എന്നാലോചിച്ചിട്ട് എണീക്കുക. അതേപോലെ തന്നെ എനിക്ക് രാവിലെ എണീറ്റിട്ട് കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ കുറേ പേരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ മാത്രമല്ല, ഇനി എന്നെ മാത്രം വന്ന് ക്രൂശിക്കണ്ട ആരും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ജനലിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തേക്ക് നോക്കും. പിന്നെ നോക്കാനൊന്നും നേരം ഉണ്ടാവില്ല, ആകെ ഉറക്കം തൂങ്ങി മപ്പായിട്ടിരിക്കുക. എന്നിട്ടാണ് ഞാൻ ഏട്ടൻ എണീറ്റിട്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ എണീറ്റ് വരാം കേട്ടോ. ചില സമയത്ത് ഏട്ടൻ വീട്ടിലേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അപ്പോഴേക്കാണ് എണീറ്റ് വരാം. ചമ്മന്തിയൊക്കെ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി വെക്കും, അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. എന്നാൽ അത്രയും സമയം എനിക്ക് രാവിലെ കിടന്നുറങ്ങാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇത് എൻ്റെ ലക്കി ബാബുവിൻ്റെ അടുത്ത് ഞാൻ ഒരു ചെടി വെച്ചതാണ്. ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞി കഷ്ണം ഞാൻ വെറുതെ ഇട്ടതാണ് കേട്ടോ. അത് മുളച്ചിട്ട് ഇങ്ങനെ ആയി. എത്ര പെട്ടെന്ന് ഡെയിലി ഇങ്ങനെ സെക്കൻഡിൽ ഇങ്ങനെ വലുതാവുന്ന പോലെ ഇങ്ങനെ തോന്നും കേട്ടോ. ഞാനും മനോരോടും സംസാരിക്കാറുണ്ട്, എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് വലുതായി പോകുന്നു. ഇപ്പം തന്നെ അത് നല്ലോണം നീളം വെച്ച് എത്ര പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഇങ്ങനെയായി. ജസ്റ്റ് ഒരു ഗ്രീൻ കളർ മാത്രമേ ചെടിയായിട്ട് നിർത്താനേ പറ്റില്ല, അല്ലാണ്ട് യൂസ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ രാവിലത്തെ പരിപാടി ഞാൻ ഉറക്കം ഈ രാവിലെ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് ആ കസേരയിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഏട്ടൻ കുളി കഴിഞ്ഞ് വന്ന് റെഡി ആവുന്നവരെ എനിക്ക് സമയമുള്ളൂ. അപ്പോഴത്തേക്ക് ഇഡ്ഡലിയും ചമ്മന്തി, അപ്പോൾ ഞാൻ ചമ്മന്തി അല്ല, ഞാൻ ചട്നി ആക്കിയത്. ചമ്മന്തിക്ക് കുറച്ച് സമയം കൂടെ വേണം, അപ്പോൾ ഞാൻ ചട്നി ആക്കി കേട്ടോ. അതാകുമ്പോൾ സിമ്പിളല്ലേ. ഇവിടെ പിന്നെ ഇഡ്ഡലിയുടെ കൂടെ എന്താണെങ്കിലും കുഴപ്പമില്ല, ഇഡ്ഡലി മാത്രം കൊടുത്താലും കഴിച്ചോളും. രുദ്രനും കഴിക്കും കേട്ടോ, അവന് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ആഡംബരമൊന്നും കാണിച്ചില്ല. പിന്നെ മാവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടൻ്റെ ഫുഡ് റെഡിയായി. ഏട്ടനുള്ള ഇഡ്ഡലിയും ചട്നിയൊക്കെ ഞാൻ പാത്രത്തിലാക്കി, ചായ വെച്ചു, പാലും കാച്ചി വെച്ചു. പാൽ എനിക്ക് കുടിക്കാനാണ്, അവന് ഞാൻ കൊടുക്കാമായിരുന്നു, കുട്ടിക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവന് ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊടുക്കുന്നില്ല. ഏട്ടനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഏട്ടൻ പോയി. പിന്നെ എനിക്ക് അരി വെള്ളത്തിലിടാനുണ്ടായിരുന്നു, നാളത്തേക്കുള്ള ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിടണമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ രാഗിയും കൂടെ ഇടും കേട്ടോ. ഞാനത് മിക്സ് ചെയ്ത് വെച്ചതാണ്, രാഗിയും അരിയും കൂടെ. അപ്പോൾ ഞാൻ ഉഴുന്നും അതൊക്കെ പടെ ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. എനിക്ക് അത്രയും ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഈ രാത്രി ഭയങ്കര ലേറ്റായിട്ട് കിടന്നുറങ്ങുക. ഇവൻ കുട്ടി ഉറങ്ങാൻ വേണ്ടി നല്ല നേരം വൈകും. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ കളിച്ചിരുന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്, കണ്ണൊന്നും ഇങ്ങോട്ട് മിഴിയില്ല. 12 മണി വരെ കേട്ടനിരിക്കും. 12 മണിയൊക്കെ കഴിഞ്ഞാൽ സ്വിച്ചിട്ട പോലെ ആൾ കിടന്നുറങ്ങും കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് ഓഫീസിൽ പോകണ്ടല്ലേ, നമ്മുടെ പോലെ ഇവിടെ ഇരുന്നാൽ പോരല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇവനെ ഞാൻ തന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചു. പിന്നെ ചോറിനുള്ള അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴുകി ഞാൻ അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. ഉറങ്ങി എണീറ്റ് വന്നതും പിന്നെ എനിക്ക് അത് ചെയ്യണ്ടല്ലോ. അപ്പോൾ നേരെ പോയി ഗ്യാസ് അങ്ങോട്ട് ഓൺ ചെയ്യാതെ അവിടെ കിടന്ന് വെന്തോളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി ടാറ്റാ ബേബി എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുണ്ടാകും സുഖമായി കെട്ടിപ്പിടിച്ച് കിടന്നു. ഓരോരുത്തർ വിളിക്കുമ്പോഴേക്ക് ചോദിക്കാറുണ്ട് ഇവിടെ എന്താ പണി, നല്ല സുഖമല്ലേ എന്നൊക്കെ കേട്ടോ. മുറ്റടിക്കലല്ലാത്ത ബാക്കി എല്ലാ പണികളും നമ്മൾ ചെയ്യണം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടൈമൊന്നുമില്ല, ഇന്ന സമയത്ത് അത് ചെയ്യണം, ഇത് ചെയ്യണം, എപ്പോഴേ ഉറങ്ങാവോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് തോന്നുമ്പോൾ തോന്നണതൊക്കെ ചെയ്യാം കേട്ടോ. അതാണ് ഇവിടെ വന്നുള്ളൊരു സുഖം. ഇൻസ്റ്റയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ട്രോള് പോലെയൊക്കെ പ്രവാസിമാരുടെ ഭാര്യമാർ വന്നുള്ള ഉറക്കമൊക്കെ കേട്ടോ. ആരെയൊക്കെ ശരിയാണ്, പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ തീരുമാനിക്കും നമ്മളെപ്പോൾ ഉറങ്ങണം എണീക്കണമെന്ന്.